എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഉച്ചഭക്ഷണത്തിൻ്റെതാണ്. 3 ഐറ്റങ്ങളാണ് ഈ ഒരു ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് ഗുണങ്ങളുള്ള മാമ്പ് വെച്ചിട്ടുള്ള കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. മാമ്പ്, വാഴമണി, വാഴപ്പൂ, കൂമ്പ്, കൊടപ്പൻ ഇങ്ങനെ പല പേരുകളും ഇതിനുണ്ട്. ആദ്യം അതിന് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകിയെടുത്ത ചെറുപയർ പരിപ്പും അതിനകത്തേക്ക് ഒരു തക്കാളി, ഒരു പച്ചമുളക് കീറിയത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കുക്കറിൽ വെക്കുക. വാഴപ്പൂ നന്നാക്കാനൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയുകയാണ്. അതിൻ്റെ മുകളിലത്തെ ആദ്യത്തെ തൊലികളൊക്കെ ഒന്ന് പോളകളൊക്കെ ഒന്ന് അടർത്തി മാറ്റുക. എന്നിട്ട് അതിനെ രണ്ടായിട്ടൊന്ന് മുറിക്കുക. എന്നിട്ട് വീണ്ടും അതിനെ നടുവ് കൂടെ മുറിച്ചിട്ട് ഇതേപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അത് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഒന്ന് കുറച്ച് നേരം ഇട്ട് വെക്കുക. വീട്ടിൽ നിന്ന് പറിച്ചെടുത്തതാണെങ്കിൽ ഇങ്ങനെ മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. നുറുക്കി കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കറുപ്പ് കളർ പോലെ വരില്ല. ഇല്ലെങ്കിൽ നമ്മൾ നുറുക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കറുപ്പ് കളർ വരും. ചെറുപയർ പരിപ്പ് 4 വിസിൽ വന്ന ശേഷം ഓഫ് ചെയ്ത് നന്നായിട്ട് ഉടച്ചെടുക്കാം. നന്നായി ഒന്ന് ഉടച്ചെടുത്ത ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാമ്പും പാകത്തിനുള്ള ഉപ്പും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വീണ്ടും വെക്കാം. വെള്ളം കൂടുതലായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. 2 വിസിൽ വന്ന ശേഷം അത് ഓഫ് ചെയ്യാം. വാഴപ്പൂ ഉപ്പേരി ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഷ്ണങ്ങൾ നുറുക്കേണ്ടത് ചെറുതായിട്ടാണ്. അത് ചോപ്പറിൽ വെച്ച് നുറുക്കാൻ പറ്റും. അത് അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വാഴപ്പൂ വേവുമ്പോഴേക്ക് അതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, 1 വെളുത്തുള്ളി, 2 ചെറിയുള്ളി, കുറച്ച് ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് വെക്കുക. ഇവിടെ ഇപ്പോൾ ഇതാ വാഴപ്പൂ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം അതിനകത്തേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർക്കാം. ഈ ഒരു സമയത്ത് ഉപ്പും മുളകും ഒക്കെ നോക്കാം. ഇനി ഉപ്പോ മുളകോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത് ചട്ടിയിലേക്കൊന്നും മാറ്റിയിട്ടില്ല, നേരെ കുക്കറിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം നമ്മൾ തിളപ്പിക്കരുത്, ഒന്ന് ചൂടാക്കുക ചെയ്യാവൂ. തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. അത് ഏത് കറിയാണെങ്കിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല തേങ്ങ ഒഴിച്ച ശേഷം. ഉള്ളിയുടെ ഒന്നും പച്ചച്ചോവ് മാറിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ഓഫ് ചെയ്യാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. 4-5 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത്, 1 വറ്റൽ മുളക്, എരിവിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ എടുത്തു വെക്കുക. വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽ മുളക്, കറിവേപ്പില, ചെറിയുള്ളി എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് ചോക്കനെ വറുത്തെടുക്കുക. വറുത്തെടുത്ത ശേഷം അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ലഞ്ച് മെനുവിൽ അടുത്തതായിട്ട് കോവയ്ക്കാണ്. കോവയ്ക്ക് ഉപ്പേരി സാധാരണ ഉണ്ടാക്കുന്നത് പോലെയല്ല ഉണ്ടാക്കുന്നത്. നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇതുപോലെ ചെയ്യാറുണ്ടാവും. എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലും അവർക്ക് വേണ്ടിയാണ് ഇതൊന്ന് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളിവിടെ ഒരു പ്രാവശ്യം ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് വെജ് ഊണ് വാങ്ങിയപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഐറ്റം. അപ്പോൾ അത് കണ്ടപ്പോഴാണ് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി തോന്നിയത്. ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം കോവയ്ക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഏത് പച്ചക്കറി വാങ്ങിക്കഴിഞ്ഞാലും അങ്ങനെ ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ കോവയ്ക്ക് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായി കഴുകി എടുത്തിട്ട് ഇതേപോലെ മുറിച്ചിട്ടിട്ടുണ്ട്. അതായത് ഒരു കോവയ്ക്ക് 4 ആക്കി മുറിച്ചിട്ടതാണ് നീളത്തിൽ. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കുക. ഒരു 15 മിനിറ്റെങ്കിലും വെച്ചാൽ നല്ലതാണ്. അതിനുശേഷം ഈ കോവയ്ക്ക് നമുക്ക് വറുത്തെടുക്കാം. അതിൽ നിങ്ങൾക്ക് എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ഇനി സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴേക്കും അത്രയ്ക്ക് തന്നെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം അറിയില്ല. അത് കോവയ്ക്ക് വറുത്തെടുത്ത ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ 2 വലിയുള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞതും, അതായത് നീളത്തിൽ അരിഞ്ഞു വെച്ചത്, പിന്നെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കുമ്പോഴേക്ക് വേറൊരു പാത്രം ചൂടാക്കി അതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 2 പിടിയോളം തേങ്ങ ഇട്ട് കൊടുക്കണം. പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു 4 പെരിഞ്ചീരകവും കൂടെ ഈ തേങ്ങയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലൊട്ടും തന്നെ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ കോവയ്ക്കൊക്കെ നല്ലോണം എണ്ണ ഒഴിച്ച് വറുത്തെടുത്തത് കാരണമാണ് തേങ്ങയിൽ എണ്ണ ഒഴിക്കാത്തത്. തേങ്ങ ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കോവയ്ക്ക്, ഉള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. തേങ്ങ കൂടുതൽ മൂപ്പിച്ച് വറക്കൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് കളർ മാറിയാൽ മതി. അപ്പം തന്നെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. അടുത്തത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരുവിധം എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഇത്, എന്നാലും നിങ്ങളൊന്ന് കണ്ടോളൂ. ഓരോരുത്തർക്കും എരിവിന് ആവശ്യമായ ഉണക്കമുളക് എടുത്ത് അതൊന്ന് ചുട്ടെടുക്കണം.
നല്ല പഴുത്ത ഒരു തക്കാളി എടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ച് വെക്കുക. അത് മുറിച്ചിടല്ല വേണ്ട, കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ച് വെക്കുകയാണ് വേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചുട്ട് വെച്ചിരിക്കുന്ന ആ മുളകും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചിടാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് തൈരാണ്. തൈര് കുറച്ച് ഒഴിച്ചിട്ട് അതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കത് യോജിപ്പിച്ചെടുക്കാം. ഇതേപോലെ തന്നെ വാളംപുളി, ഉണക്കമുളക് ചുട്ടത്, തക്കാളി എല്ലാം കൂടെ ഉടച്ചാലും നല്ല ടേസ്റ്റാണ്. അതിൽ പിന്നെ നമ്മൾ തൈര് ചേർക്കണ്ട. പച്ചക്കറി മാത്രം ഉപയോഗിക്കുന്നവർക്കോ അതേപോലെ പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ളവർക്കോ ഒക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ ഇതിനു മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ലഞ്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇന്നത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.